സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ. ശക്തമായി മഴ പെയ്ത ജില്ലകളിൽ ദിവസങ്ങൾക്ക് മുന്നേ ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നു. അതിതീവ്ര മഴ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലവിലില്ലെന്നും നീത കെ ഗോപാൽ പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം തിരുവനന്തപുരം ഡയറക്ടർ ശ്രീ നീത ഗോപാലാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം. മാം, ഇന്നിപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ അലേർട്ടുകൾ IMDയിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അലേർട്ടുകൾ കിട്ടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അലേർട്ടുകൾ കിട്ടാനായിട്ടുള്ള ഒരു താമസം അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞത് അലേർട്ട് റെഡ് അലേർട്ട് ആയിരുന്നില്ല, റെഡ് അലേർട്ട് അസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നായിരുന്നു. അപ്പോൾ അത് ചില സമയത്ത് നമ്മളുടെ കാലാവസ്ഥ മോഡലുകൾ പലപ്പോഴും പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, ആ ഒരു അത്ര അതിതീവ്ര മഴയുടെ സാഹചര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 3 ദിവസം മുൻപ് തന്നെ ഓറഞ്ച് അലേർട്ട് സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ശക്തമായ കാറ്റിനും മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ള അലേർട്ട്, ഇങ്ങനെയുള്ള എല്ലാ അലേർട്ടുകളും കൊടുത്തിരുന്നു. പിന്നെ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചു. അതാണ് അന്നത്തെ ഒരു എന്താ പറയുക സാഹചര്യം വഷളാക്കിയത്. അപ്പോൾ അലേർട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത് ഒരു ബി പ്രിപ്പയർഡ് എന്നുള്ള കാറ്റഗറിയിലാണ്. മഴ നമ്മൾ 20 സെൻറ്റിമീറ്റർ വരെ ഉള്ള മഴയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വനത്തിലും മറ്റ് ഉൾക്കാടുകളിലും മറ്റുമൊക്കെ അതിനേക്കാൾ കൂടുതൽ മഴ പെയ്തു. ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ഈ കനത്ത മഴ കുറഞ്ഞ സമയത്ത് വന്ന് അതെല്ലാം കൂടി അധികരിച്ചിട്ടാണ് അതുപോലൊരു മിന്നൽ പ്രളയം ഉണ്ടായത്. അലേർട്ടുകളൊക്കെ നമ്മൾ അത് ഓറഞ്ച് നമ്മൾ ലെവലിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ബാക്കി നമ്മൾ കാലാവസ്ഥ അതിനുശേഷം നമ്മൾ നൗകാസ്റ്റ് എന്നും ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോക്കാസ്റ്റ് എന്നും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് റിയൽ ടൈമിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോഡക്റ്റുകളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് KSDMക്ക് പോയിക്കൊണ്ടേയിരുന്നത്, ഗവൺമെൻറ്റും പോയിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി എത്ര ദിവസം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു മഴ ഇനി എത്ര നാൾ പ്രതീക്ഷിക്കണം? അപ്പോൾ അതിശക്തമായ മഴയുടെ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ തുടരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ, അതായത് 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും നദികളിൽ ജലനിരപ്പ് താന്നിട്ടില്ല, പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഒഴിവായി പോയിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇമ്പാക്റ്റുള്ള സ്ഥലങ്ങളിൽ ഇനി പെയ്യുന്ന ഏത് മഴയും അവിടുത്തെ എന്താ പറയുക ദുരനുഭവം കൂട്ടാനുള്ള ഒരു കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിൽ നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തേക്കും. അപ്പോൾ മഴ അതിശക്തമായിട്ട് പെയ്യണമെന്നില്ല, പക്ഷേ പെയ്യുന്ന മഴ പോലും ഏത് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ 11 സെൻറ്റിമീറ്റർ വരെ പ്രതീക്ഷിക്കുന്ന മഴയാണെങ്കിൽ പോലും അത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു ചെറിയ സമയത്തേക്കാണ് ഈ 11 സെൻറ്റിമീറ്റർ പെയ്യുന്നെങ്കിൽ അവിടെ വീണ്ടും ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഓൾറെഡി മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിനെ വീണ്ടും മോശം ആക്കാൻ ചിലപ്പോൾ ഈ പെയ്യുന്ന മഴയ്ക്ക് സാധിക്കും. അതാണ് ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോക്കാസ്റ്റിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല ജില്ലകളിലും നമ്മൾ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിലെല്ലാം ഇന്നും നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കും. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഈ സാഹചര്യം ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ, അതിശക്തമായ മഴ പെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുപക്ഷെ ഈ ഓറഞ്ച് അലേർട്ട് ഇനിയും ചിലപ്പോൾ നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും. മഴ പെയ്യുന്നതുകൊണ്ട് കൂടെ ചോദിക്കണം, അപ്പോൾ ഈ മഴ നമ്മളിനി എത്ര നാൾ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണോ ഒക്ടോബർ വരെയാണോ ഈ ഒരു സ്ഥിതി തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത് മഴ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞുമിരിക്കും. നമ്മുടെ കാലവർഷം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ സെപ്റ്റംബർ 30 വരെയാണ് നമ്മൾ കണക്കിന് വേണ്ടിയിട്ട് കാലവർഷം കണക്കുകൾക്ക് വേണ്ടിയിട്ട് കാലവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കാലവർഷം പിൻവാങ്ങിയാൽ പോലും കേരളത്തിൽ കാലവർഷമുണ്ട്. പൊതുവേ ഒക്ടോബർ 15 വരെയാണ് നമ്മൾ കാലവർഷം കാറ്റ് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ശരാശരി ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 15 വരെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ തുലാവർഷം തുടങ്ങുന്നു, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഒരു ഒക്ടോബർ വരെ നമ്മൾ ഈ ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം
എൽനിനോ ആയതുകൊണ്ട് നമ്മളുടെ ഈ മുഴുവൻ സീസണിൻ്റെ മഴ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടായാൽ പോലും ശരാശരിയിൽ കുറവ് മഴയെ വരാൻ സാധ്യതയുള്ളൂ. അതാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ദുരിതപ്പെയ്ത്ത് അധികം നാൾ ഉണ്ടാവില്ല. അതായത് പെട്ടെന്ന് തന്നെ ഈ ഒരു ദുരിതപ്പെയ്ത്ത് അവസാനിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള മഴയിലേക്ക് സംസ്ഥാനം പോകുമെന്നുള്ള ഒരു പ്രവചനം തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ജയകുമാറിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.